കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ശൃംഖലയിലുണ്ടായ പ്രശ്നങ്ങൾ, അതിന് പിന്നാലെയാണ് ലോകം. അപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിന് കാരണം, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യ ചിഹ്നമായിട്ട് നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് ഔട്ടേജുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നം, എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ യൂസേജ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് അലോൺ ആയിട്ടായിരുന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൊരു OS ഇൻസ്റ്റാൾ ചെയ്യും, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആ കമ്പ്യൂട്ടറിൽ തന്നെയായിരുന്നു നടന്നു വന്നിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലകൾ ഇത് ഒരു കമ്പ്യൂട്ടിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ നെറ്റ്വർക്ക് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ഒക്കെയുള്ള ചെറിയ ചെറിയ നെറ്റ്വർക്കുകളെ നമുക്ക് LAN എന്ന് വിളിക്കാം. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ നെറ്റ്വർക്കുകളെ നമുക്ക് MAN അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ് എന്ന് വിളിക്കാം. LAN എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു വലിയ വെർഷനാണ് WAN എന്ന് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വലിയൊരു ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അത്തരത്തിലുള്ള നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് നമ്മൾ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിൻ്റെ ഒരു സാധ്യതയാണ് നമ്മളിവിടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോ ഓഫീസിലോ നമ്മളൊരു സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ തനിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് തകരാറിലാകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വൈറസ് കയറുന്നു. ഇതൊക്കെ നമ്മൾ വേണം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എടുക്കാനും. പക്ഷേ ഇതിനെയെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, നമുക്കറിയാം, നമ്മളൊരു റെയിൽവേ റിസർവേഷൻ ഒരു സംവിധാനം അല്ലെങ്കിൽ എയർ റിസർവേഷന് പോകുമ്പോൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന PCകളൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് ആയിരിക്കും. കാര്യം ഇതിൻ്റെ സെർവറുകളൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വില കൂടിയതും വളരെ ഫാസ്റ്റായിട്ടും വളരെ എഫിഷ്യൻറ്റുമായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് സെർവറിലായിരിക്കും ഇതിൻ്റെ ഡേറ്റ ഒക്കെ ശേഖരിച്ച് വെക്കുന്നതും നമുക്ക് ആവശ്യമുള്ള സമയത്ത് തരികയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ നൽകുന്ന ഡേറ്റ ഈ ക്ലൗഡിലേക്കായിരിക്കും എത്തപ്പെടുക. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റുകളുള്ള, അതായത് ഡേറ്റ ബാക്കപ്പ് അല്ലെങ്കിൽ ഡേറ്റ സെക്യൂരിറ്റി, അതോടൊപ്പം അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിലാണ് ഡേറ്റ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുകയാണ് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഡേറ്റ, വളരെ വിലപ്പെട്ട നമ്മുടെ ഡേറ്റ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കാൻ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം ഗൂഗിൾ ക്ലൗഡ് പോലെ അല്ലെങ്കിൽ ഡ്രൈവ് പോലെയുള്ള സേവനങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനം, അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, അതായത് ഈ ഇൻ്റർനെറ്റിൻ്റെ ഫാസ്റ്ററായിട്ടുള്ള അല്ലെങ്കിൽ സ്പീഡ് കൂടിയതോടുകൂടി ഇത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് ലോകം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനത്തിനെ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പോരായ്മയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു സംവിധാനം തകരാറിലായതോടെ ഉണ്ടായത് എന്ന് വേണം പറയാൻ. കാര്യം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഈ ഡിപ്പെൻഡൻസി ഓൺ വെണ്ടർ അല്ലെങ്കിൽ ആ ഒരു സർവീസ് പ്രൊവൈഡറിൽ നമുക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. കാര്യം അവരിൽ എന്തെങ്കിലും അവരുടെ സെർവറിനോ അല്ലെങ്കിൽ അവരുടെ നൽകുന്ന സേവനങ്ങളിലോ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ആ സേവനം നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർനെറ്റിൻ്റെ വ്യാപകമായ ലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടിയതോടുകൂടി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ബ്രോഡ്ബാൻഡ് സേവനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അവിടെ 5G മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യാനും ഈസിയായിട്ട് നമുക്ക് ക്ലൗഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് ഇത്തരത്തിലൊരു സേവനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൗഡ് സേവനങ്ങളിലുള്ള ഒരു തകരാറ് മൂലമാണ് ലോകം മുഴുവനുള്ള ഏവിയേഷൻ സംവിധാനങ്ങളും ഹോസ്പിറ്റൽ സംവിധാനങ്ങളും ATMകൾ പോലും സ്തംഭിച്ചത്. അപ്പോൾ ഇതിന് പിന്നിലുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ, അതായത് സോഫ്റ്റ്വെയർ രംഗത്തെ ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റ്, നമുക്കറിയാം, നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ OSകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മളൊരു PC വാങ്ങിയാൽ അതോടൊപ്പം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയറുകൾ OSകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള പൈറസി പൈറസി എന്ന് പറയുന്നത്, നേരത്തേക്ക് പൈറേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇത്തരത്തിൽ വാങ്ങുന്ന PCയോടൊപ്പമുള്ള പെയ്ഡ് സോഫ്റ്റ്വെയറുകളാണ്, അതായത് പർച്ചേസ്ഡ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇൻ്റർനെറ്റിൽ മൂലമോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതായത് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനം, ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനം എന്ന് പറയുന്നത്
ഈ മൈക്രോസോഫ്റ്റ് നിയന്ത്രിക്കുന്ന ഡേറ്റാ സെൻറ്ററുകളിലൂടെ സോഫ്റ്റ്വെയറുകൾ, അപ്പോൾ ഈ സേവനത്തിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളുണ്ട്, സർവീസസ് ഉണ്ട്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെ നൽകുന്ന ഒരു സേവനമാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ വിൻഡോസ് അസ്യൂർ എന്നായിരുന്നു ഈ സേവനം അറിയപ്പെടുന്നത്, ഇപ്പോൾ ഇത് മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിലൂടെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറുകളും പിന്നെ ആപ്ലിക്കേഷൻ, അതായത് സോഫ്റ്റ്വെയറുകളും വിവിധ സേവനങ്ങളും, അതായത് ഏകദേശം 600ഓളം സേവനങ്ങളാണ് ഈ അസ്യൂർ നൽകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപഭോക്താവ്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഈ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ സംവിധാനം നൽകുന്ന സ്ഥാപനത്തിലാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അപ്പോൾ അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ളൊരു സേവനമാണ് ഈ മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഓഫീസ് 365, നേരത്തേക്ക് നമ്മൾ വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണ്. പക്ഷേ ഇപ്പം നിലവിൽ ഈ സേവനങ്ങളൊക്കെ ക്ലൗഡിൻ്റെ ഭാഗമായിട്ടാണ്. കാര്യം ഇത് PC യിൽ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അത് ക്ലൗഡിലാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്, നമ്മുടെ ഫയലുകളൊക്കെ ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന PC യിൽ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ PC യിൽ എന്തെങ്കിലും വൈറസുകളോ അല്ലെങ്കിൽ PC ബാധിക്കുന്നോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു എൻഡ് ഡിറ്റക്ഷൻ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് PC യിൽ ഈ സോഫ്റ്റ്വെയർ ദാതാക്കൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സർവീസ് ദാതാക്കൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനം, അതൊരു തേർഡ് പാർട്ടി ആപ്പാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അസ്യൂർ എന്ന് പറയുന്ന പിന്നെ ഈ ഒരു സംവിധാനം നിരവധി തേർഡ് പാർട്ടി ആപ്പുകളും സർവീസസും ഇതോടൊപ്പം ലഭ്യമാക്കുന്നുണ്ട്. ഏതാണ്ട് 600ഓളം ആപ്പുകളും സർവീസസും ഒക്കെയാണ് അസ്യൂർ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈ പോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ സേവനദാതാക്കളെ അല്ലെങ്കിൽ അവരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏജൻറ്റിൻ്റെ ഉദ്ദേശം. അതായത് ഏജൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിങ്ങനെ ഒരു നമ്മുടെ ഇതിലെ ആക്ടിവിറ്റീസും അതിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നബാധിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അത് അറിയിക്കുകയും അതിനുള്ള മെഷേഴ്സ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അറിയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഏജൻറ്റാണ് ഫാൽക്കൺ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാൽക്കൺ സെൻസറിൻ്റെ ഒരു ഈ അപ്ഡേറ്റാണ് കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടാക്കുകയും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകളെയൊക്കെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്, അതായത് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ബ്ലൂ സ്ക്രീൻ വരുന്ന ഏറ്റവും അരോചകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. കാര്യം കമ്പ്യൂട്ടർ തകരാറിലായി എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ശരിക്കും ബ്ലൂ സ്ക്രീൻ. അപ്പോൾ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ക്രീൻ വരികയും അപ്പോൾ ഈ സ്ക്രീൻ റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വന്ന ഒരു പോരായ്മ അല്ലെങ്കിൽ അതിൽ വന്ന ഒരു സുരക്ഷാ അപ്ഡേറ്റിൽ വന്ന ഒരു പോരായ്മയാണ് ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് കാരണം. നിലവിലത് പരിഹരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം ഭാവിയിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനെ പറ്റി ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ടതായിട്ടില്ല. കാര്യം അത് വളരെ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഉണ്ടായ ഈ ഒരു പ്രശ്നം ഭാവിയിൽ ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല, എങ്കിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനുള്ള മുൻകരുതലുകൾ ഓൾറെഡി ഇത്തരത്തിലുള്ള കമ്പനികൾ സ്വീകരിച്ചിട്ടുണ്ടാവണം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ നിരവധി സാധ്യതകളും ബെനിഫിറ്റുകളുടെയൊക്കെ അഡ്വാൻറ്റേജസിൻ്റെയൊക്കെ ഇടയിൽ ഒരു പോരായ്മയായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെക്നോളജി പുരോഗമിക്കുന്നതിനോട് അനുസൃതമായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. സെർട്ട് പോലെയുള്ള, അതായത് നമ്മുടെ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഈ കാര്യത്തിൽ ഇടപെടുകയും അവർ ഇതിനു വേണ്ടിയിട്ടുള്ള പരിഹാരമൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതിൽ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ വേഴ്സസ് ഒരു പിന്നെ പെയ്ഡ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമോ എന്നുള്ളത്. അപ്പോൾ അതായത് നമ്മൾ ഒരു സ്റ്റാൻഡ് അലോൺ PCയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പോളിസി തന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ലിനക്സ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിന് പണം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം അവർ പ്രാധാന്യം കൊടുക്കുന്നത് പണം എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ഒരു പിന്നെ എഫിഷ്യൻസിക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് റൺ ചെയ്യണം, അതിൽ പിന്നെ കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് നടക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സേവനം പർച്ചേസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും സേവനം സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ ഈ കോർപ്പറേറ്റുകൾ അവർക്കൊരു വലിയ തുക എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നീക്കി വെക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാരമല്ല. അപ്പോൾ അത്തരത്തിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സേവനം, കൃത്യമായ അപ്ഡേറ്റുകൾ, കൃത്യമായ പിന്നെ അതിൽ വേണ്ടുന്ന പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ
അവർ അത്തരത്തിലുള്ള സംവിധാനം ഇപ്പോൾ ഈ ഏജൻറ്റുകൾ വിൻഡോസിൽ മാത്രമല്ല, മറിച്ച് ഈ സേവനം യൂസ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമുകളിലായാലും ഇത്തരം ഏജൻറ്റുകൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം എന്നുള്ളതും ഒരു മിഥ്യാധാരണയാണ്. ശരിക്കും സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിന് സംഭവിച്ച തകരാറാണ് ഇത്തരത്തിലുള്ള പ്രശ്നം. അപ്പോൾ ക്ലയൻറ്റ് PC ഏത് ആണെന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ല. ലിനക്സ് PC-യിൽ നിന്ന് നമ്മളൊരു ബ്രൗസറിൽ നിന്ന് കയറി ഈ വിൻഡോസിൻ്റെ ഏതെങ്കിലും സേവനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അവിടെയും ഈ തകരാറ് ചിലപ്പോൾ സംഭവിച്ചേക്കാം. കാര്യം അവിടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് തകരാറിലായത്. അവിടെയും ഈ പറഞ്ഞ പോലെ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനമായിരിക്കാം ഉപയോഗിക്കപ്പെടുന്നത് ക്ലയൻറ്റ് PC-യിൽ. അപ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ വേഴ്സസ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ടെക്നോളജി മേഖല മൊത്തത്തിൽ നേരിട്ട ഒരു പ്രശ്നമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ.